വെൽക്കം ടു JPM ട്യൂട്ടോറിയൽ. ഗ്രേഡ് 10th മാത്തമാറ്റിക്സിലെ 8th ചാപ്റ്ററായ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പേജ് നമ്പർ 203 ക്വസ്റ്റ്യൻ നമ്പർ 5 വരെ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. The picture shows the dimensions of a petrol tank. How many liters of petrol can it hold? ഒരു പെട്രോൾ ടാങ്കിന്റെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ എത്ര ലിറ്റർ പെട്രോൾ കൊള്ളും? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഷേപ്പിലുള്ള പെട്രോൾ ടാങ്കിൽ എത്ര ലിറ്റർ പെട്രോൾ കൊള്ളുമെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ടാങ്കിന്റെ ടോട്ടൽ ലെങ്ത്തും തന്നിട്ടുണ്ട്, ടാങ്കിന്റെ ഡയമീറ്ററും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇതിൽ എത്ര ലിറ്റർ പെട്രോൾ കൊള്ളുമെന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ടാങ്കിന്റെ വോളിയം കണ്ടുപിടിക്കണം. സോ ഇങ്ങനെ ഒരു ഷേപ്പിന്റെ വോളിയം കാണാനുള്ള ഫോർമുല നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഈ ടാങ്ക് എന്ന് പറയുന്നത് 2 ഹെമിസ്ഫിയറും ഒരു സിലിണ്ടറും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഹെമിസ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിലിണ്ടറിന്റെ വോളിയം കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 2 ഹെമിസ്ഫിയറിന്റെ വോളിയം ഈ സിലിണ്ടറിന്റെ വോളിയം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലുള്ള ടാങ്കിന്റെ വോളിയം നമുക്ക് കിട്ടും. സോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്തൊക്കെയാണ്? റേഡിയസ് ഓഫ് ദ ടാങ്ക് തന്നിട്ടുണ്ട്, അതായത് റേഡിയസ് ഓഫ് ദി സിലിണ്ടർ തന്നിട്ടുണ്ട്, ഇസ് ഈക്വൽ ടു, ഇവിടെ ഈ സിലിണ്ടറിന്റെ റേഡിയസും ഹെമിസ്ഫിയറിന്റെ റേഡിയസും സെയിം ആണ്, ഇസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദി ഹെമിസ്ഫിയർ R is equal to 1 meter ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ടാങ്ക് നമുക്ക് തന്നിട്ടുണ്ട് 6 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ദെൻ ഈ ഒരു സിലിണ്ടറിന്റെ ലെങ്ത് എന്തായിരിക്കും? ഈ സിലിണ്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ലെങ്ത്ന്ന് ഈ ഒരു ലെങ്ത്തും സബ്ട്രാക്ട് ചെയ്തതായിരിക്കും. അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഹെമിസ്ഫിയറിന്റെ റേഡിയസ് ആണ്. സോ 2 പ്രാവശ്യം ഈ ഹെമിസ്ഫിയറിന്റെ റേഡിയസ് ഈ ടോട്ടൽ ലെങ്ത് നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിലിണ്ടറിന്റെ ഹൈറ്റ് കിട്ടും. സോ ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ ഓർ ലെങ്ത് ഓഫ് ദി സിലിണ്ടർ, ഹൈറ്റ് H is equal to എന്തായിരിക്കും? ടോട്ടൽ ലെങ്ത് ഓഫ് ദി ടാങ്ക് മൈനസ് 2 into radius of the hemisphere. That is H is equal to എന്തായിരിക്കും? ടോട്ടൽ ലെങ്ത് ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് 6 മീറ്റർ മൈനസ് 2 into റേഡിയസ് ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 1 മീറ്റർ. സോ 1 is equal to 6 മീറ്റർ. 6 minus 2 is equal to 4 meter. So height എന്ത് കിട്ടി? 4 meter ആണെന്ന് കിട്ടി. Then volume of the tank എന്തായിരിക്കും? Volume of tank is equal to volume of the cylinder, ഈ ഒരു സിലിണ്ടറിന്റെ വോളിയം പ്ലസ് 2 ഹെമിസ്ഫിയർ ഉണ്ട്. സോ ഈ 2 ഹെമിസ്ഫിയറിന്റെ വോളിയം ആഡ് ചെയ്യണം. സോ 2 into വോളിയം ഓഫ് ഹെമിസ്ഫിയർ, സോ ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് πr² പ്ലസ് 2 into വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 2/3 πr³. സോ ഈക്വൽ ടു, ഇവിടെ πr² കോമൺ ആണ്, നമുക്ക് ഔട്ട് ചെയ്യാം. സോ πr² ഇൻറ്റു H പ്ലസ് ഇവിടെ ബാക്കിയുള്ളത് 4/3 ഉണ്ടാവും. സോ ഈക്വൽ ടു പൈ ഇൻറ്റു R എന്ന് പറയുന്നത് 1 മീറ്റർ. സോ 1² ഇൻറ്റു ഹൈറ്റ് 4 പ്ലസ് 4/3 ഇൻറ്റു R എന്ന് പറയുന്നത് 1. സോ ഈക്വൽ ടു പൈ ഇൻറ്റു 1 ഇൻറ്റു 4 പ്ലസ് 4/3 ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു 4 പ്ലസ് 4/3 എന്ന് പറയുന്നത് 3 ഇൻറ്റു 4 12 പ്ലസ് 4/3. സോ ഈക്വൽ ടു പൈ ഇൻറ്റു 16/3 എന്ന് കിട്ടും. ഇത്രയും മീറ്റർ ക്യൂബ് ആയിരിക്കും നമുക്ക് ഈ ഒരു ടാങ്കിന്റെ വോളിയം കിട്ടിയത്.
ഇത് മീറ്റർ ക്യൂബിലാണ് കിടക്കുന്നത്. നമുക്ക് എത്ര ലിറ്റർ പെട്രോൾ കൊള്ളുന്ന കാണുന്നുണ്ട്. സോ നമുക്ക് ഈ മീറ്റർ ക്യൂബിനെ ലിറ്റർക്ക് കൺവേർട്ട് ചെയ്യണം. സോ ലിറ്റർക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യണം, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ പൈയുടെ വാല്യൂ കൂടെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3.14 ഇൻറ്റു 16/3 ഇൻറ്റു 1000. ഈ 3.14 ഇൻറ്റു 16 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 50.24 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 3. ദെൻ 50.24 ഇൻറ്റു 1000 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 50,240 ഡിവൈഡഡ് ബൈ 3. So approximately equal to 16,746.67. സോ ഇത്രയും ലിറ്റർ ആണ് ഈ ടാങ്കിൽ കൊള്ളുന്ന പെട്രോളിന്റെ അളവ് എന്ന് പറയുന്നത്. Therefore, the tank can hold 16,746.67 liters of petrol. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ സോളിഡിന്റെ വോളിയം കാണാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഹെമിസ്ഫിയറിന്റെ വോളിയം ഈ സിലിണ്ടറിന്റെ വോളിയം കൂടെ ആഡ് ചെയ്യുക ചെയ്തത്. ഇതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ബേസിക് സോളിഡ്സുകൾ യൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഏതൊരു സോളിഡിന്റെ വോളിയം കാണാൻ എന്ത് ചെയ്താൽ മതി, അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഏതൊക്കെ സോളിഡ് ആണോ ആ സോളിഡിന്റെ ഒക്കെ വോളിയം കണ്ടിട്ട് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പെർട്ടിക്കുലർ സോളിഡിന്റെ വോളിയം കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു സോളിഡിന്റെ സർഫേസ് ഏരിയ ആണ് നമുക്ക് കാണേണ്ടതെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിന്റെ പെയിന്റ് അടിക്കാനുള്ള കോസ്റ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സോളിഡിന്റെ സർഫേസ് ഏരിയ ആയിരിക്കും കാണേണ്ടി വരിക. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു സോളിഡിന്റെ പുറത്തേക്ക് കാണുന്ന പാർട്ടുകളുടെ ഏരിയ കണ്ടിട്ട് അതിന്റെ സമ്മ് കണ്ടാൽ മതി. അതായത് ഇപ്പോൾ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെമിസ്ഫിയറിന്റെ കർവ്ഡ് സർഫേസ് ഏരിയ കാണേണ്ടി വരും, ഈ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫേസ് ഏരിയ കാണേണ്ടി വരും, എഗെയിൻ ഈ ഹെമിസ്ഫിയറിന്റെ സർഫേസ് ഏരിയ കാണേണ്ടി വരും. ഈ സിലിണ്ടറിന്റെയും ഹെമിസ്ഫിയറിന്റെയും ഈ ബേസ് ഏരിയ കാണേണ്ടി വരില്ല. ബിക്കോസ് എന്താണ്, ഇത് ഉള്ളിലാണ്, അത് പുറത്തേക്ക് കാണുന്നില്ല. ഇതുപോലെ ബേസിക് സോളിഡ്സ് കമ്പൈൻ ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഏത് സോളിഡ്സിന്റെയും സർഫേസ് ഏരിയാസും വോളിയംസും കാണാൻ പറഞ്ഞാൽ നമുക്കതുപോലെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇതുപോലെയൊക്കെയുള്ള സോളിഡ്സുകളുടെ സർഫേസ് ഏരിയാസ് കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് സോളിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഹെമിസ്ഫിയറും ഒരു സിലിണ്ടറും ആൻഡ് ദെൻ ഒരു കോണും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഇതിൻ്റെ സർഫേസ് ഏരിയ എന്തായിരിക്കും, ഈ ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയ പ്ലസ് സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയ പ്ലസ് കോണിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയ ആയിരിക്കും. അതായത് സർഫേസ് ഏരിയ ഇസ് ഈക്വൽ ടു ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയ കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു, 2πr². ഇവിടുത്തെ റേഡിയസ് r ആയിരിക്കും. ദെൻ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫേസ് ഏരിയ കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു, πr²h. അതായത് സിലിണ്ടറിന്റെ ഹൈറ്റ് h ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല 2πrh പ്ലസ് ദെൻ ഈ കോണിന്റെ കർവ്ഡ് സർഫേസ് ഏരിയ ആണ് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുള്ളൂ. സോ കർവ്ഡ് സർഫേസ് ഏരിയ കാണാനുള്ള ഫോർമുല πrl. 6 റേഡിയസും എൽ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റും. ദെൻ ഇതിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല എന്തായിരിക്കും, വോളിയം ഇസ് ഈക്വൽ ടു ഹെമിസ്ഫിയറിൻ്റെ വോളിയം ദാറ്റ് ഈസ് 2/3πr³ പ്ലസ് സിലിണ്ടറിൻ്റെ വോളിയം πr²h പ്ലസ് കോണിൻ്റെ വോളിയം 1/3πr²h. കോണിൻ്റെ ഹൈറ്റ് h. നെക്സ്റ്റ് സോളിഡിൻ്റെ കേസിൽ ഇവിടെ ഇതിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യൂബിൻ്റെ 5 ഫേസസുകളുടെ ഏരിയ പ്ലസ് സ്ക്വയർ പിരമിഡിൻ്റെ ലാറ്ററൽ സർഫേസ് ഏരിയ. സോ സർഫേസ് ഏരിയ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ എഡ്ജ് ലെങ്ത് നമുക്ക് a എന്ന് കൊടുക്കാം, സ്ക്വയർ പിരമിഡിൻ്റെ ഹൈറ്റ് h എന്നായിരുന്നു നമ്മൾ മുമ്പ് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് l. സർഫേസ് ഏരിയ ഇസ് ഈക്വൽ ടു ഈ ക്യൂബിൻ്റെ 5 ഫേസസുകളുടെ ഏരിയ. സോ ഒരു ഫേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് a². സോ 5 ഫേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 5a² പ്ലസ് ഈ സ്ക്വയർ പിരമിഡിൻ്റെ ലാറ്ററൽ സർഫേസ് ഏരിയ കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചതാണ്, ദാറ്റ് ഈസ് 2al. ഇനി ഇതിൻ്റെ വോളിയം ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ഈ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് a³ പ്ലസ് ഈ സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1/3a²h.
ദെൻ നെക്സ്റ്റ് സോളിഡ്, ഇതിൻ്റെ സർഫേസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഹെമിസ്ഫിയറിൻ്റെ കേർവ്ഡ് സർഫേസ് ഏരിയ പ്ലസ് ഈ കോണിൻ്റെ ലാറ്ററൽ സർഫേസ് ഏരിയ. സോ സർഫേസ് ഏരിയ ഇസ് ഈക്വൽ ടു ഹെമിസ്ഫിയറിൻ്റെ കേർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുന്നത് 2πr² പ്ലസ് ഈ കോണിൻ്റെ കേർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുന്നത് πrl. സോ ഇവിടെ എൽ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ്, ദെൻ ആർ എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയസ്, ദെൻ ഇതിൻ്റെ കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച്. സോ ഇതിൻ്റെ വോളിയം ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഈ ഹെമിസ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 2/3πr³ പ്ലസ് കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1/3πr²h. ഇതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് സോളിഡ്സുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഏത് സോളിഡ്സുകളുടെയും സർഫേസ് ഏരിയാസും വോളിയംസും നമുക്ക് കാണാൻ പറ്റും.